ഈ 5 മിസ്റ്റേക്സ് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാരും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുത്തുന്നത് ട്രേഡിംഗ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടല്ല, അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് പിന്നെയും പിന്നെയും ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതലും പണം നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ 5 മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളത് ചെയ്യാതിരിക്കാനും എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, വെൽക്കം ടു ദി ചാനൽ ട്രേഡ് ടോക്ക് ടീവ് ആൻഡ് വെൽക്കം ടു ദി വീഡിയോ. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ മിസ്റ്റേക്കാണ്, അതായത് ട്രേഡിങ്ങിനെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് കാണും. അതായത് ട്രേഡിങ്ങിന് ഒരു പ്ലാൻ ഇല്ലാതെ സമീപിക്കുന്നത്, അതൊക്കെ ഒരു ഗാംബ്ലിംഗ് മെത്തേഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് തന്നെ ട്രേഡിങ്ങിനെ 1 വെച്ചാൽ 100, 100 വെച്ചാൽ 1000 അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ട്രേഡിങ്ങിനെ കാണുന്നവരുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്, തികച്ചും തെറ്റിദ്ധാരണയാണ്. ശരിക്കും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഓവർ ട്രേഡിങ്. അതായത് പിന്നെയും പിന്നെയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കൊരു വരുന്നൊരു ഇമോഷണൽ ഗെയിമാണ്. അതായത് നമ്മൾ എടുത്ത ട്രേഡ് ഇപ്പോൾ ലോസോ ആയിരിക്കട്ടെ പ്രോഫിറ്റ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോസ് റിക്കവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് നമ്മുടെ മൈൻഡിൽ വരികയും പിന്നെയും ട്രേഡ് എടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രോഫിറ്റ് വേണം എന്നുള്ളൊരു ഗ്രീഡ് നമ്മൾ പിന്നെയും ട്രേഡ് എടുപ്പിക്കും. അപ്പോൾ അതൊരു ഓവർ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാനായിട്ട് നിങ്ങളൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കോളൂ അല്ലെങ്കിൽ 2 ട്രേഡ് എടുക്കോളൂ ഒരു ദിവസം എന്നുള്ളൊരു പ്ലാൻ നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുക. എപ്പോഴും ഒരുപാട് ട്രേഡ്സ് ഒന്നും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ട്രേഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഇമോഷണൽ സ്ട്രെസ്സിലേക്കും അതും നമ്മുടെ ഇമോഷണലി കംപ്ലീറ്റ്ലി അത് ഡിസ്ട്രോയ് ചെയ്യും. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് പിന്നീട് ഒരു ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല. നമ്മളൊരു 1-2 സ്റ്റോപ്പ് ലോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഏകദേശം ഡിസ്റ്റർബ്ഡ് ആയി. അപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് റിവെഞ്ച് എടുക്കാൻ പോകുന്നതിന് പകരം നമ്മൾ ആ മാർക്കറ്റിൽ നിന്നും ഒരു ദിവസത്തേക്ക് മാറി നിൽക്കുക. നമുക്ക് പിറ്റേ ദിവസം പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ മാർക്കറ്റും നമുക്ക് അവിടെ സ്റ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ പിറ്റേ ദിവസം പുതിയൊരു മൈൻഡ് സെറ്റോടെ നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാം. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ ഇമോഷൻസ് നമ്മളധികം എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഓവർ ട്രേഡിംഗ് എന്നുള്ളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്തായാലും മാറിയിരിക്കുക. പിറ്റേ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് ഫ്രഷ് മൈൻഡോടെ ഇരിക്കുക. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ് ഈ റിസ്ക് എന്താണെന്ന് ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. അതായത് റിസ്ക് എന്താണെന്ന് അറിയാതെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ട്രേഡിൽ എത്ര എമൗണ്ട് റിസ്ക് ചെയ്യും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനമില്ലാതെ ചുമ്മാ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ സ്ട്രാറ്റജിയുടെ പുറകെ പോയിട്ടും പുതിയ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പുറകെ പോയിട്ടും വലിയ കാര്യമില്ല. കാരണം ഇതൊക്കെ ഒരു ബേസിക് കോൺസെപ്റ്റാണ്. ഇതൊക്കെ എന്തായാലും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇപ്പോൾ 1-2 പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ റിസ്ക് കൂട്ടിയെടുക്കാം, കാരണം എൻ്റെ ട്രേഡ്സ് ഒക്കെ ഗുഡ് ആവുന്നുണ്ട്, അപ്പോൾ റിസ്ക് പെട്ടെന്ന് കൂട്ടാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ട്രേഡ് എടുക്കുകയും എന്നാൽ ഒരു സ്റ്റോപ്പ് ലോസ് തന്നെ നമ്മുടെ ഉണ്ടാക്കിയ പ്രോഫിറ്റും ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റലും വൈപ്പ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്സിലേക്ക് എന്തായാലും നിങ്ങൾ പോകാതിരിക്കുക. അതായത് നമ്മൾ റിസ്ക് എപ്പോഴും കൂട്ടുമ്പോൾ അതൊരു മേജർ ഡിസിഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. റിസ്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുമ്പോൾ മാത്രം റിസ്ക് കൂട്ടാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു $5 അല്ലെങ്കിൽ ഒരു 500 രൂപ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് നോക്കുക. നിങ്ങൾ 1 മാസം ട്രേഡ് ചെയ്തു, 2 മാസം ട്രേഡ് ചെയ്തു, ഓക്കെ പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കൂട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ റിസ്ക് ഒരു 5-ൽ നിന്നും 10ലേക്ക്, അതായത് ഒരു 1000ലേക്ക് മാറ്റി നോക്കുക. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ഇനി 1000 ആണ്. അപ്പോൾ ഒരു 1-2 സ്റ്റോപ്പ് ലോസ് കാണുമ്പോൾ നിങ്ങൾ 1000ൽ നിന്ന് കുറച്ച് പിന്നെ 500ലേക്ക് വരരുത്. 1000 നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിസ്ക് പൊതുവേ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. നാലാമത്തെ മിസ്റ്റേക്കാണ്, ആക്ച്വലി അത് മിസ്റ്റേക്ക് അല്ല, ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയാസ് കണ്ട് ഒരുപാട് പേര് ട്രേഡിങ്ങിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. അതായത് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയാസ് കണ്ട് വേറെ രീതിയിൽ ഒരു ഈസി മണി കോൺസെപ്റ്റായിട്ട് നമ്മളിൽ തന്നെ ചിത്രീകരിക്കുകയും അത് നമുക്ക് അതിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ നമ്മൾ മാർക്കറ്റിനോട് ഒരു റിവെഞ്ച് എന്നുള്ളൊരു രീതിയിൽ മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെന്നൊരു റിയലൈസേഷൻ വരിക. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്.
അതിൽ നിന്നൊരു ഇൻകം സോഴ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോർമലായിട്ടുള്ള വേയിലേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ ഗാംബ്ലിംഗ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ട്രേഡിങ്ങിനെ സമീപിക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന എല്ലാം സത്യമല്ല, അതൊരു മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം. അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്കാണ് നമ്മളൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇന്ന് ട്രേഡിംഗ് തുടങ്ങിയ ഒരാൾ പറയുന്നു എനിക്ക് 6 മാസത്തിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടെയാണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ അത് അയാൾ ഇമോഷണലി വളരെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം നമ്മളൊരു ടൈം ലിമിറ്റ് വെക്കുമ്പോൾ നമ്മൾ ആ ടൈം ലിമിറ്റ് അടുക്കും തോറും നമ്മൾ പ്രോഫിറ്റ് ആയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരികയും അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയും അത് നമ്മുടെ ട്രേഡ്സിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ എത്ര ടൈം നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രയും നോളജ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സക്സസ്ഫുൾ ആവാത്ത ഒരാൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഇനിയും പഠിക്കാനുണ്ട്, പിന്നെ ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നോളജ് കളക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് നമ്മളെ റിവാർഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ട്രേഡേഴ്സിൽ നിന്നും വ്യത്യസ്തരാണ്. കാരണം ഈ 80% ഓഫ് ദി ട്രേഡേഴ്സും വരുത്തി വെക്കുന്ന മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അത് തുടക്കക്കാരാണ് കൂടുതലും. അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആദ്യം തന്നെ നമ്മൾ മൈൻഡിനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിൽ അത്യാവശ്യം നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ, അതായത് നമ്മൾ 5 മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഇത് മൈൻഡിലും വെക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതേപോലത്തെ കണ്ടൻസ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.